ഫണ്ട് ഫ്ലോ അനാലിസിസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്, അതിൻ്റെ മീനിങ്ങും ഡെഫിനീഷനൊക്കെ നമ്മൾ കണ്ടു. കൂടാതെ ഫണ്ട് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. അതുകൂടാതെ ഫണ്ട് ഫ്ലോയ്ക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന് മാറ്റം ഉണ്ടാക്കുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ എക്സാമ്പിൾ സഹിതം ഒരു പ്രോബ്ലമായിട്ട് പോലെ നമ്മൾ അത് ആ ട്രാൻസാക്ഷൻസ് വെച്ചുകൊണ്ട് ഫണ്ട് ഫ്ലോയ്ക്ക് കാരണമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. എപ്പോഴാണ് ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാകുക, ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ലാതിരിക്കുന്ന എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതായത് ഫണ്ട് ഫ്ലോ അനാലിസിസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ആ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് കണ്ട് മനസ്സിലാക്കുക, കാരണം അതിൻ്റെ ഒരു ബേസാണ് അതിൽ വരുന്നത്. അത് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്ന കുറച്ച് തിയറി കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഫണ്ട് ഫ്ലോ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ്, കൂടാതെ ഫണ്ട് ഫ്ലോ അനാലിസിസും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള വ്യത്യാസം, ഫണ്ട് ഫ്ലോയും ഒപ്പം തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറൻസസും കുറച്ച് അത്യാവശ്യപ്പെട്ട തിയറീസൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വയ്ക്കുക, ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചു വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പരമാവധി ഇത് ഷെയർ ചെയ്യുകയും മറക്കാതെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാൻ നോക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം പറയുക. ഒന്ന്, ടു എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഇൻ ഫൈനാൻഷ്യൽ പൊസിഷൻ. ഫൈനാൻഷ്യൽ പൊസിഷനിലുണ്ടാകുന്ന ആ ഒരു ചേഞ്ച്, എങ്ങനെയാണ് ചേഞ്ച് വന്നത്. ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റാണ് പ്രധാനമായിട്ടും ഫൈനാൻഷ്യൽ പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ആ ഒരു ഐറ്റംസിൽ എങ്ങനെയൊക്കെയാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് ബാലൻസ് ഷീറ്റുകൾ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിലുണ്ടാകുന്ന വ്യത്യാസം വെച്ചുകൊണ്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ അനാലിസിസ് തയ്യാറാക്കുന്നത് അല്ലേ. അപ്പോൾ നേരത്തെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 lakhs ആയിരുന്നെങ്കിൽ ഈ ഒരു ബാലൻസ് ഷീറ്റ് വന്നപ്പോൾ അത് 12 lakhs ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഡിഫറൻസ് വന്നത്, ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ഫണ്ട് ഫ്ലോ അനാലിസിസിൽ, അതായത് ഒരു ഫണ്ടിൻ്റെ സോഴ്സസും ആപ്ലിക്കേഷനും, ഫണ്ട് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, ഈ ഫണ്ട് നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്, അതാണ് അതിന് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഫണ്ടിൻ്റെ സോഴ്സും ആപ്ലിക്കേഷനുമാണ് ഫണ്ട് ഫ്ലോ അനാലിസിസിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഫൈനാൻഷ്യൽ പൊസിഷനിലെ ചേഞ്ചസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ടു ഡിസ്ക്ലോസ് ദ കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ അസറ്റ്സ്. അപ്പോൾ എത്രയാണ് ചേഞ്ച് വന്നത് നമ്മൾ കണ്ടു. ഇനി ആ ചേഞ്ചിന് എങ്ങനെയാണ് കാരണമായത്, എന്തുകൊണ്ടാണ് ആ ചേഞ്ച് വന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്യാപിറ്റലിൽ ചേഞ്ച് വന്നു, ഷെയർ ക്യാപിറ്റലിൽ 10 lakhs എന്നൊരു 12 lakhs ആയി. എങ്ങനെയാണ് ചേഞ്ച് വന്നത്, നമ്മൾ അഡീഷണലായിട്ട് ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ വന്നു. അപ്പോൾ ഡിസ്ക്ലോസ് ദ കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ അസറ്റ്. അപ്പോൾ അസറ്റ്സിലാണെങ്കിൽ ലൈബിലിറ്റീസ് ആണെങ്കിലും ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് കൂടി അല്ലെങ്കിൽ കുറഞ്ഞു. അപ്പോൾ ബിൽഡിങ് വാങ്ങിച്ചുകൊണ്ടാകാം ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് കൂടിയത്, ബിൽഡിങ് വിറ്റത് കൊണ്ടാകാം ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് കുറഞ്ഞത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ലൈബിലിറ്റീസിലും ക്യാപിറ്റലിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്, ടു ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ അതിൻ്റെ കോസസ്, കാരണങ്ങൾ. ആദ്യം അതിൻ്റെ ചേഞ്ച് പറഞ്ഞു, എത്രയാണ് വ്യത്യാസം എന്ന് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വന്നതെന്നുള്ളതിൻ്റെ കാരണം കൂടി നമ്മൾ ഫണ്ട് ഫ്ലോ അനാലിസിസിൽ പറയുന്നുണ്ട്. ദെൻ ടു സമ്മറൈസ് ദ ഫിനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദി എൻ്റർപ്രൈസ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും എന്തൊക്കെയാണ് എൻ്റർപ്രൈസിൽ ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ, അതായത് രണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ആ ഒരു ഇടയ്ക്ക് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. ഫിനാൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തിയത് അല്ലേ. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാകാം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാകാം, ലോങ് ടൈം ലോൺ എടുത്തുകൊണ്ടാകാം, പല രീതിയിൽ നമുക്ക് ഫണ്ട് കിട്ടും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടുകൾ അങ്ങനെയാണ് ഫിനാൻസ് ചെയ്തത്, എങ്ങനെയാണ് അത് കിട്ടിയത്, എങ്ങനെയാണ് നമ്മൾ ഫണ്ട് ഉപയോഗിച്ചത്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, നമ്മൾ ബിൽഡിംഗ് വാങ്ങിച്ചിട്ടുണ്ടാവും, ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഫണ്ട് ഫ്ലോ അനാലിസിസിൽ പറയുന്നുണ്ട്. ദെൻ ടു ഡിസ്ക്ലോസ് ഓൾ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ഫണ്ട് ആൻഡ് ദെയർ നെറ്റ് ഇമ്പാക്ട് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദി ഫേം. അപ്പോൾ ഫണ്ട് എത്രമാത്രം നമുക്ക് കിട്ടി, ഇൻഫ്ലോ, ഒപ്പം തന്നെ അതിൻ്റെ ഔട്ട്ഫ്ലോ, ഫണ്ട് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് അല്ലേ, ഏതൊക്കെ വഴിക്കാണ് ഈ ഒരു ഫണ്ട് നമ്മൾ വിനിയോഗിച്ചത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൽ എങ്ങനെയാണ് ഇത് മാറ്റം വരുത്തിയത്, വർക്കിംഗ് ക്യാപിറ്റലിന് ഡിക്രീസ് ആണോ വന്നിരിക്കുന്നത്, കുറവാണോ, അതോ വർക്കിംഗ് ക്യാപിറ്റലിന് ഇൻക്രീസ് വന്നിട്ടുണ്ടോ, കൂടുതൽ വന്നിട്ടുണ്ടോ, ആ ഡിഫറൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഫണ്ട് ഫ്ലോ അനാലിസിസിൽ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. Then to help the management to exercise budgetary control and capital expenditure control in the enterprise. മാനേജ്മെൻറ്റിന് ബഡ്ജറ്ററി കൺട്രോൾ, ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നേക്കാം, ചില കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വന്നേക്കാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അത് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഫണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്, ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്, അത് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൺട്രോൾ, നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റുകൾ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകളെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, മെഷീനറി, ബിൽഡിങ്, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറെല്ലാം നമ്മളൊരു പരിധി വെക്കേണ്ടതുണ്ട്, നിയന്ത്രണം വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ എത്രമാത്രം വേണമെന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ നൽകുന്നതിന് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ടല്ലേ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ വേണ്ടിയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ പോയിന്റ് വൈസ് നോക്കാം. ഇറ്റ് ഷോസ് ദ ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് കമ്പനി. നമ്മളതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ പോലെ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റുകൾക്കിടയിൽ 2 അക്കൗണ്ടിങ് പീരീഡിന് ഇടയിലുള്ള ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷനിൽ എത്രമാത്രം ചേഞ്ചസ് വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ അനലൈസിങ് ദ റീസൺ ഫോർ ചേഞ്ച്. ഈ 2 പോയിന്റ് ഇതേപോലെ തന്നെ നമ്മളതിൻ്റെ ഒബ്ജക്റ്റീവ്സിനും കണ്ടതാണ് അല്ലേ. അപ്പോൾ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസിൻ്റെ ചേഞ്ചസ് വന്ന് എത്രയാണ് മാറ്റം വന്നെന്നുള്ളത്, ഒപ്പം തന്നെ അതിലുള്ള കാരണങ്ങൾ അല്ലേ. കോസസ് എന്നാണ് അവിടെ പറഞ്ഞത്, ഇവിടെ റീസൺസ് 2 ഒന്ന് തന്നെയാണ് അല്ലേ. റീസൺസ് ഫോർ ചേഞ്ചസ് ഇൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. ദെൻ ഇറ്റ് ഷോസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. കമ്പനിയിൽ എത്രമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ അത് കുറവ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതലാണോ വന്നെടുക്കുന്ന, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. അതിനെക്കുറിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഐഡിയ നൽകുന്നു. ദെൻ പ്രൊജക്റ്റഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പുട്ടിംഗ് അപ്പ് നെസസറി കൺട്രോൾ ആൻഡ് ബഡ്ജറ്ററി അലോക്കേഷൻ. അത് നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞാണ് അല്ലേ. ബഡ്ജറ്ററി കൺട്രോളിന് വേണ്ടിയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കൺട്രോളിന് വേണ്ടിയൊക്കെ ഫണ്ട് ഫ്ലോ അനാലിസിസ് സഹായിക്കുന്നുള്ളത്. അപ്പോൾ ഒരു പ്രൊജക്റ്റഡ് ഫണ്ട് ഫ്ലോ അനാലിസിസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എത്രമാത്രം നമുക്ക് ഫണ്ട് അവൈലബിൾ ആയിരിക്കും, ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് അതിനനുസരിച്ച് ക്രമീകരിക്കാനൊക്കെ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോളിൻ്റെ കേസിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കേസിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ ഒരു കൺട്രോളിംഗ് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നുണ്ട്. ആൻഡ് എഫക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട് ഫ്ലോ ആക്ടിവിറ്റി ഓഫ് ദി ഫേം ക്യാൻ ഹെൽപ്പ് ദ കമ്പനി ടു ബിൽഡ് എ ഗുഡ് റെപ്യൂട്ടേഷൻ ഫോർ ഇറ്റ്സെൽഫ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് എഫിഷ്യൻസി ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ്. അപ്പോൾ ഇവിടെ എഫക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട് ഫ്ലോ ആക്ടിവിറ്റി, അതായത് കൃത്യമായിട്ട് നമ്മൾ ഫണ്ടിൻ്റെ ആ ഒരു സോഴ്സ് കണ്ടെത്തുകയും അതിനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുക. സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയാണ് സൂചിപ്പിക്കുക. അത്തരത്തിലുള്ള കമ്പനികളുടെ റെപ്യൂട്ടേഷൻ കൂടുന്നതിന് കാരണമാകും അല്ലേ. കാരണം നല്ല രീതിയിൽ ആ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ഫ്ലോ അനാലിസിസ് തയ്യാറാക്കണം. ഇറ്റ് ഷോസ് ഹൗ ദ ഫണ്ട്സ് വെയർ ഒബ്റ്റെയിൻഡ് ആൻഡ് യൂസ്ഡ് ഡ്യൂറിങ് എ പീരീഡ്. എങ്ങനെയാണ് നമ്മൾ ഈ ഫണ്ട് അക്വയർ ചെയ്തത് അല്ലേ. സോഴ്സസ് ഫ്രം വിച്ച് ദി ഫണ്ട്സ് ഹാവ് ബീൻ അക്വയർഡ് അല്ലേ. അതാണ് സോഴ്സസ് എന്ന് പറയുന്നത്. ആ ഫണ്ട് എങ്ങനെയാണ് ഇത് അക്വയർ ചെയ്തത്. ആൻഡ് യൂസ്ഡ് ഡ്യൂറിങ് എ പീരീഡ്, ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഫണ്ട് നമ്മൾ വിനിയോഗിച്ചത്, എവിടെ നിന്ന് ഫണ്ട് കിട്ടി, എങ്ങനെയാണ് ഫണ്ട് ഉപയോഗിച്ചത് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഫണ്ട് ഫ്ലോ അനാലിസിസ് പറയുന്നു. ദെൻ ഇറ്റ് ഗീവ്സ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് എനി വീക്ക്നെസ് ഓർ സ്ട്രെങ്ത് ഇൻ ദി ജനറൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. ഫണ്ടിൻ്റെ മാനേജ്മെൻറ്റ് അത് കാര്യക്ഷമമല്ലാതെ ഉപയോഗിക്കാം അല്ലെങ്കിൽ കാര്യക്ഷമതയോടെ ഉപയോഗിക്കാം അല്ലേ. എന്ത് തന്നെയായാലും ഫണ്ട് ഫ്ലോ അനാലിസിസ് നോക്കുമ്പോൾ എത്രമാത്രം കാര്യക്ഷമമായിട്ടാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ എത്രമാത്രം കാര്യക്ഷമത ഇല്ലായ്മയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും അല്ലേ. അതായത് ഒരു കമ്പനിയുടെ ജനറൽ ഫിനാൻഷ്യൽ പൊസിഷൻ, അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നൊക്കെ ആ കമ്പനിയുടെ ഫണ്ട് ഫ്ലോ അനാലിസിസ് നോക്കുമ്പോൾ ക്ലിയർ ആവും. Then it throws light on the financial consequences of business operations. ബിസിനസ് ഓപ്പറേഷൻസിൽ ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് അത് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കൂട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസിൽ ഈ എത്രമാത്രം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എത്രമാത്രം അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫണ്ട് ഉപയോഗത്തിലൂടെ നടക്കുക, അല്ലെങ്കിൽ അത് ഫിനാൻഷ്യൽ പൊസിഷനെ എത്രമാത്രം നെഗറ്റീവായിട്ടാണ് ബാധിക്കുക, ഫണ്ട് നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ കോൺസിക്വൻസസ്, അനന്തരഫലങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഫണ്ട് ഫ്ലോ അനാലിസിസിലൂടെ മനസ്സിലാവും. ദെൻ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നതിന് നമുക്ക് ഷെയർ കൂടുതൽ ഇഷ്യൂ ചെയ്യണമോ അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്യണമോ, ഡിബഞ്ചർ നമ്മൾ റെഡീം ചെയ്യണോ, തിരികെ വാങ്ങിക്കണോ അല്ലേ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്, അങ്ങനെയാണല്ലേ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ആ ക്യാപിറ്റലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പല എലമെൻറ്റുകളെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ഷെയർ ആകാം, ഡിബഞ്ചർ ആവാം, റിസർവ് ആവാം അല്ലേ. എല്ലാവരും കൂടിയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുക. അപ്പോൾ അതിൽ എന്തെങ്കിലും റീഅറേഞ്ച്മെൻറ്റ് ആവശ്യമാണോ എന്നുള്ളത് നമുക്ക് ഫണ്ട് ഫ്ലോ അനാലിസിസ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഫോർമുലേറ്റിംഗ് ലോങ് ടൈം ഫിനാൻഷ്യൽ പ്ലാനുകൾ നമ്മൾ ബഡ്ജറ്റിംഗ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ട് ഫ്ലോ അനാലിസിസ്, പ്രൊജക്റ്റഡ് ഫണ്ട് ഫ്ലോ അനാലിസിസ് ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതെല്ലാം ഫണ്ട് ഫ്ലോ അനാലിസിസിൻ്റെ സഹായത്തോടെ ചെയ്യാം. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ഫോർമുലേഷൻ ഓഫ് റിയലിസ്റ്റിക് ഡിവിഡൻഡ് പോളിസി. നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി ഫോം ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ എത്രമാത്രം ഡിവിഡൻഡ് കൊടുക്കേണ്ടതുണ്ട്, എത്രമാത്രം എമൗണ്ട് നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, അതായത് പ്രോഫിറ്റിൻ്റെ വീതം നമ്മൾ ലാഭവിഹിതം കൊടുക്കുന്നതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് അല്ലേ. എത്രമാത്രം ഡിവിഡൻഡ് കൊടുക്കണം, ഡിവിഡൻഡ് കൊടുക്കാതെ എത്രമാത്രം എമൗണ്ട് നമ്മൾ നീക്കി വെക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫണ്ട് ഫ്ലോ അനാലിസിസ് അതിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് കുറയും അല്ലേ. ക്യാഷ് കുറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ലിക്വിഡിറ്റി അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൻ്റെ ഭാഗമാണ്. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള വ്യത്യാസമാണ് ഫണ്ട് എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ ഫണ്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ആ വർക്കിംഗ് ക്യാപിറ്റലിനാണ് ഇവിടെ ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് എത്രമാത്രം കൊടുക്കണം, കൊടുക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ
നമുക്ക് ഫണ്ട് ഫ്ലോ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഫണ്ട് കുറവാണെങ്കിൽ, ക്യാഷ് കുറവാണെങ്കിൽ ഡിവിഡൻഡ് കുറച്ച് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ആ രീതിയിൽ തീരുമാനിക്കാം. ദെൻ ഇറ്റ് ഈസ് ദി ബേസിസ് ഫോർ ഫ്യൂച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ബഡ്ജറ്ററി കൺട്രോളിന് സഹായിക്കുന്ന പോലെ തന്നെ ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ എടുക്കാനും, നമുക്ക് ലാൻഡ് വാങ്ങിക്കണം, ബിൽഡിംഗ് വാങ്ങിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി എത്രമാത്രം തുക വിനിയോഗിക്കാം, നമ്മുടെ കയ്യിൽ ഫണ്ട് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെക്കുറിച്ച് തീരുമാനം എടുക്കാൻ സാധിക്കും അല്ലേ. Then the statement provides the basis for dynamic analysis that focus on the changes in financial condition resulting from the decision made during a particular accounting period. അപ്പോൾ നമുക്ക് ആ ഒരു ഫണ്ട് ഫ്ലോ അനാലിസിസ് തയ്യാറാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസ്, കൃത്യമായിട്ടുള്ള അനാലിസിസ്, വിശകലനമൊക്കെ നമുക്ക് നടത്താൻ വേണ്ടിയും ഫണ്ട് ഫ്ലോ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് ഫണ്ട് ഫ്ലോ അനാലിസിസിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് നോക്കുക. ഇറ്റ് ഈസ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ ബാലൻസ് ഷീറ്റ്. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് അഥവാ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതൊന്നും തയ്യാറാക്കേണ്ട എന്നുള്ള അർത്ഥമില്ല. അത് ഒരു ഈ ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി സം ഇൻഫർമേഷൻ ആസ് റിഗാർഡ്സ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫണ്ട് ഫ്ലോ അനാലിസിസിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുന്നത് അല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് വരിക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ഓൺലി സം ഇൻഫർമേഷൻ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫണ്ട് ഫ്ലോ അനാലിസിസ് കിട്ടുക. ബാലൻസ് ഷീറ്റിലോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വൈഡർ സ്കോപ്പ് ഇതിനില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്ത ലിമിറ്റേഷൻ നോക്കുക. ഇറ്റ് ലാക്സ് ഒറിജിനാലിറ്റി ബിക്കോസ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മെയർലി എ സിസ്റ്റമാറ്റിക് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഐറ്റംസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓവർ ടു അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ നമുക്ക് ഇത് പുതിയൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, കാരണം ഇത് ബാലൻസ് ഷീറ്റ്, രണ്ട് ബാലൻസ് ഷീറ്റുകൾ തമ്മിലുള്ള അതിലുള്ള തന്നിരിക്കുന്ന ഐറ്റംസ് അതിൻ്റെ ഒരു റീഅറേഞ്ച്മെൻറ്റ് മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിലൊരു ഭാഗം മാത്രം എടുത്ത് വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് നമ്മൾ എടുത്തുകൊണ്ട് അത് റീഅറേഞ്ച് ചെയ്യുന്നത് മാത്രമാണ് ഈ ഒരു ഫണ്ട് ഫ്ലോ അനാലിസിസ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഒറിജിനൽ ഡോക്യുമെൻ്റ് അല്ല. അതിനാവശ്യമായിട്ടുള്ള റെക്കോർഡ്സ് അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫിഗേഴ്സ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഓൾറെഡി നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ നിന്നാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒറിജിനാലിറ്റി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷൻ പറയുക. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. അത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ബേസ് ചെയ്താണ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച ബാലൻസ് ഷീറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് തയ്യാറാക്കുന്നത് അല്ലേ. അപ്പോൾ അതൊരു മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നു. അതായത് അത് നമുക്ക് ഭാവിയിലേക്ക് എത്രമാത്രം കോസ്റ്റ് ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊരു ക്ലാരിറ്റിയും ഇത് നൽകുന്നില്ല. ദെൻ ഇറ്റ് ഈസ് സ്റ്റാറ്റിക് ആണ്. ഇറ്റ് കനോട്ട് റിവീൽ കണ്ടിന്യൂസ് ചേഞ്ചസ്. ഇതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സ്ഥിരമായിട്ട് ഉള്ളൊരു ഡാറ്റയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് രണ്ട് ബാലൻസ് ഷീറ്റുകൾക്കിടയിൽ എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഓൺഗോയിങ് ഇപ്പം നിലവിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചിനെ കുറിച്ച് ഇത് പറയുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് ഫിക്സഡ് ആണ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡാറ്റയാണ് നൽകുന്നത് പറയുക. ദെൻ ചേഞ്ചസ് ഇൻ ക്യാഷ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ആൻഡ് റെലവൻറ്റ് ഫോർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റാദർ ദാൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും നമുക്ക് ക്യാഷിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാഷ് ഫ്ലോ അനാലിസിസ് അല്പം മോഡേൺ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിട്ട് പറയുക. ഫണ്ട് ഫ്ലോയുടെ ആക്കാലം കൂടുതൽ ക്യാഷ് ഫ്ലോ അനാലിസിസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ്. അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും അല്ലെങ്കിൽ ഫണ്ടിനേക്കാളും കൂടുതൽ നമുക്ക് ആവശ്യമെന്ന് പറയുന്നുണ്ട് ക്യാഷ് ഫ്ലോ അനാലിസിസ് ആണ്. ദെൻ ഇറ്റ് ഈസ് നോട്ട് ബേസിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, റാദർ ഇറ്റ് ഈസ് സെക്കൻഡറി സ്റ്റേറ്റ്മെൻറ്റ്. അത് നമുക്ക് ബേസിക് ആയിട്ടുള്ള നിർബന്ധമായിട്ട് നമ്മൾ തയ്യാറാക്കേണ്ട ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും അല്ല ഈ വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ട് ഫ്ലോ അനാലിസിസ്. അതായത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ തയ്യാറാക്കുന്നത് കമ്പനികളെ സംബന്ധിച്ച് കമ്പൽസറി ആണ്. പക്ഷേ ഇതൊരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യം മാത്രമാണ് അല്ലേ. അത് സെക്കൻഡറി സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻസ് മാത്രമേ ഇതിനുള്ളൂ എന്ന് പറയുന്നു. പിന്നെ ദ എഫക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഈസ് നോട്ട് ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള അതിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെ എഫക്റ്റ് എത്രമാത്രം ഉണ്ടെന്നുള്ളതൊന്നും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് കാണിക്കുന്നില്ല. ദെൻ ഇറ്റ് ഓൾസോ ഇഗ്നൈറ്റ്സ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ നോൺ കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. നോൺ കറണ്ട് അസറ്റും നോൺ കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ട്രാൻസാക്ഷൻ അല്ലേ, അത് നമ്മൾ ഇവിടെ എടുക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഫണ്ട് ഫ്ലോ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു അല്ലേ. അതിൽ നോൺ കറണ്ട് അസറ്റും നോൺ കറണ്ട് ലയബിലിറ്റിയും, അതായത് ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലയബിലിറ്റിയും തമ്മിലുള്ള അങ്ങനെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് ഷെയർ നമ്മൾ പകരം ഡിബഞ്ചർ റെഡീം ചെയ്തിട്ട് പകരം ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ രണ്ട് നോൺ കറണ്ട് ഐറ്റംസ് ആണല്ലേ, അതൊന്നും നമ്മൾ ഇവിടെ പരിഗണിക്കുന്നില്ല. ദെൻ ഇറ്റ് ഈസ് നോട്ട് ജനറലി കൺസിഡർഡ് ആസ് എ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസിനുള്ള ഒരു സോഫിസ്റ്റിക്കേറ്റഡുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കായിട്ടൊന്നും ഇതിനെ കരുതുന്നില്ല. റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ് ഒക്കെയാണ് ഇതിനേക്കാളും മോഡേൺ ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കലായിട്ട് കരുതുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്.
ബാലൻസ് ഷീറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫൈനാൻഷ്യൽ പൊസിഷൻ, ഹെൻസ് ഇറ്റ് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ അല്ലേ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ വന്നിരിക്കുന്ന രണ്ട് ബാലൻസ് ഷീറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസുകളെയാണ് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഡൈനാമിക് ഇൻ നേച്ചറാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ബാലൻസ് ഷീറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനാണ് പർട്ടിക്കുലർ ഡേറ്റ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള ആ ഒരു ട്രാൻസാക്ഷൻ മാത്രമാണ് നമുക്ക്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡേറ്റിലുള്ള ഒരു ഡാറ്റ മാത്രമാണ് ബാലൻസ് ഷീറ്റ് നൽകുക. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആ സോണയിൽ ഒരു പ്രത്യേക ഡേറ്റിലാണല്ലേ, ഡിസംബർ 31 ആകാം. ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ളതാണ് അത് കാണിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെ സ്റ്റാറ്റിക് ഇൻ നേച്ചർ എന്ന് പറയാറുണ്ട്. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡ്. നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ആ ഒരു അക്കൗണ്ടിങ് പീരീഡിലേക്ക് മുഴുവനായിട്ടാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് അല്ലേ. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് 2 കൺസിക്യൂട്ടീവ് ഇയേഴ്സ് അല്ലേ. തുടർച്ചയായ 2 വർഷങ്ങളിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വെച്ചുകൊണ്ടാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് തയ്യാറാക്കുക. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ നമുക്കറിയാം ട്രയൽ ബാലൻസിൽ നിന്നാണ്, അതിൻ്റെ ബാലൻസുകൾ വെച്ചുകൊണ്ടാണ്, അക്കൗണ്ട് ബാലൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് അല്ലേ. Then it is statement showing changes in working capital of a business during an accounting period. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എത്രമാത്രം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഫണ്ട് ഫ്ലോ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ്, ലൈബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ബാലൻസ് ഷീറ്റിൽ പറയുന്നത് എന്തൊക്കെയാണ്, അസറ്റ്സ് എത്രയുണ്ട്, ലൈബിലിറ്റീസ് എത്രയുണ്ട്, ക്യാപിറ്റൽ എത്രയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ പറയുക അല്ലേ. ദെൻ ഫണ്ട് ഫ്ലോ അനാലിസിസിൽ ഇറ്റ് ഈസ് എ ടൂൾ ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ് ജനറലി യൂസ്ഫുൾ ഫോർ മാനേജ്മെൻറ്റ്. നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് കൂടുതലും അനലിറ്റിക്കലായിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. മാനേജ്മെൻറ്റ് അതിനു വേണ്ടിയാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ദെൻ ഇവിടെ ബാലൻസ് ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സൈക്കിളിൻ്റെ എൻഡ് പ്രോഡക്റ്റാണ്. നമ്മൾ ട്രാൻസാക്ഷൻസ് ജേണൽ എൻട്രി വഴി നമ്മൾ റെക്കോർഡ് ചെയ്ത് അത് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ ബാലൻസുകൾ വെച്ചുകൊണ്ട് ട്രയൽ ബാലൻസ് ഉണ്ടാക്കി നമ്മൾ പിന്നീട് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെ തയ്യാറാക്കുന്നു അല്ലേ. അതുകൊണ്ട് ഇറ്റ് ഈസ് ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് അക്കൗണ്ടിങ് സൈക്കിളിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആണെന്ന് പറയാം, അവസാനത്തെ ആ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. ആൻഡ് മെൻറ്റ് ഫോർ ജനറൽ പർപ്പസ് അല്ലേ. ജനറലി ഒരു കമ്പനിക്ക് എത്രമാത്രം അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, എത്രമാത്രം അസറ്റ് ഉണ്ട്, എത്രമാത്രം ലൈബിലിറ്റി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബാലൻസ് ഷീറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. ദ പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൺലി ഓപ്ഷണൽ. നമുക്ക് ആദ്യം പറഞ്ഞു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കമ്പൽസറി അല്ല, ഓപ്ഷണലാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റൊക്കെ തയ്യാറാക്കിയതിന് ശേഷം രണ്ടാമത് വരുന്ന ഒരു സെക്കൻഡറി ഇമ്പോർട്ടൻസ് മാത്രമേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് ഉള്ളൂ. ദ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ് കമ്പൽസറി. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കമ്പൽസറിയാണ്. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇറ്റ് ഈസ് മെയിൻലി കൺസേർഡ് വിത്ത് ഫ്ലോ ഓഫ് ഫണ്ടിൻ്റെ ഒരു ഫ്ലോ, അതായത് വർക്കിംഗ് ക്യാപിറ്റലിനെ അത് ഡിക്രീസ് ചെയ്യുന്ന ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇവിടെ ഫണ്ട് ഫ്ലോ അനാലിസിസിൽ ഉൾപ്പെടുത്തുക. ദെൻ ഇറ്റ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ഫ്ലോ ഓഫ് ഫണ്ട്. നമ്മൾ ഫ്ലോ ഓഫ് ഫണ്ട് എന്താണ് എന്നുള്ളത് മാത്രമല്ല ബാലൻസ് ഷീറ്റിൽ പറയുക അല്ലേ. അതായത് ഫ്ലോ ഓഫ് ഫണ്ടുമായിട്ട് റിലേറ്റ് അല്ല ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. നമ്മുടെ അസറ്റ്സ്, ലൈബിലിറ്റീസ്, ക്യാപിറ്റൽ അതിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അത് ഉൾപ്പെടുത്തും അല്ലേ. ദെൻ ഇറ്റ് ഷോസ് ദ സോഴ്സ് ആൻഡ് യൂസ് ഓഫ് ഫണ്ട് ബിറ്റ്വീൻ 2 ബാലൻസ് ഷീറ്റ്. 2 ബാലൻസ് ഷീറ്റ് ഡേറ്റിനുള്ളിൽ നമുക്ക് എത്രമാത്രം ഫണ്ട് കിട്ടി, എവിടെ നിന്നാണ് കിട്ടിയത്, ആ ഫണ്ട് നമ്മൾ എങ്ങനെയാണ് വിനിയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുക. ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ ഇറ്റ് ഷോസ് ദ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ആണ് പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ അസറ്റ് ലൈബിലിറ്റി എത്രയാണ് എന്നുള്ളതാണ് പറയുക അല്ലേ. ഇവിടെ ഫണ്ടുകൾ തമ്മിൽ ഫണ്ട് എങ്ങനെയാണ് കിട്ടിയത്, എങ്ങനെയാണ് അത് ഉപയോഗിച്ചത് അല്ലേ, ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസസ്, ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ലൈബിലിറ്റീസ്, അസറ്റ്, ക്യാപിറ്റൽ തുടങ്ങിയ എത്രയാണ്, ഒരു പർട്ടിക്കുലർ ഡേറ്റ് എത്രയാണ് എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ദെൻ ദർ ഈസ് നോ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഫോർ പ്രിപ്പയറിംഗ് ഫണ്ട് ഫ്ലോ അനാലിസിസ് അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് ഒരു ഫോർമാറ്റ് ഒന്നും പ്രത്യേകമായിട്ട് നൽകിയിട്ടില്ല. പക്ഷേ നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. പക്ഷേ ബാലൻസ് ഷീറ്റിന് അങ്ങനെയല്ല, പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കമ്പനീസ് ആക്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിക്ക് തന്നെ വേണം തയ്യാറാക്കാൻ. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ദി ബാലൻസ് ഷീറ്റ്. നമ്മൾ പറഞ്ഞു ബാലൻസ് ഷീറ്റിലുള്ള ഡാറ്റ വെച്ചുകൊണ്ടാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് തയ്യാറാക്കുക അല്ലേ. അപ്പോൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയതിന് ശേഷമാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ടല്ലേ, ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കും, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കും, പിന്നീടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് അല്ലേ. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് പബ്ലിഷ്ഡ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരിടത്തും പബ്ലിഷ് ചെയ്യുന്നില്ല, പക്ഷേ കമ്പനിയുടെ ബാലൻസ് ഷീറ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടല്ലേ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്ന ആരാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണല്ലേ. അതൊരു വ്യത്യാസമാണ്. ഇനി നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ വ്യത്യാസം നോക്കാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലേ. ഫൈനാൻഷ്യൽ പൊസിഷൻ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് സൂചിപ്പിക്കുക അല്ലേ. 2 ബാലൻസ് ഷീറ്റുകൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എങ്ങനെ വന്നു എന്നുള്ളതാണ് അവിടെ നോക്കുക. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ അത് ടോട്ടൽ ഇൻകം, ടോട്ടൽ എക്സ്പെൻസ് ആൻഡ് ലോസ് ഓഫ് എ പർട്ടിക്കുലർ പീരീഡ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എഴുതുന്നത് ഇൻകം, റവന്യൂ നേച്ചറുള്ള ഇൻകം, ഈ റവന്യൂ നേച്ചറുള്ള എക്സ്പെൻസുകൾ,
ലോസുകൾ, അതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതുക. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടു ഹൗ ദ സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ. ഒരു പർട്ടിക്കുലർ ഇയറിൽ എങ്ങനെയാണ് എത്രയൊക്കെ ഫണ്ട് എങ്ങനെയാണ് കിട്ടിയത്, എവിടെ നിന്നാണ് കിട്ടിയത്, അതെങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറയുക. നമുക്കിവിടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, എത്രമാത്രം നെറ്റ് ലോസ് ആണ് ഉണ്ടായെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദി ബേസിസ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനെ ബേസ് ചെയ്ത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് നോമിനൽ അക്കൗണ്ട്സുകളെ ബേസ് ചെയ്താണ് അല്ലേ. നോമിനൽ അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ്പെൻസും ഇൻകവും, അത്തരം അക്കൗണ്ടുകൾ, റെൻ്റ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട്, അപ്പോൾ അത്തരത്തിലുള്ള നോമിനൽ അക്കൗണ്ടുകളെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡിറ്റർമൈനിങ് ദ നെറ്റ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൽ എത്രമാത്രം മാറ്റമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നെറ്റ് ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നു. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇതിനു വേണ്ടിയാണ് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ദ പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓപ്ഷണൽ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷണൽ ആകുമ്പോൾ ബാലൻസ് ഷീറ്റ് പോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അത് കമ്പൽസറി ആണ് അല്ലേ. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫ്ലോ ഫണ്ടുമായിട്ട് റിലേറ്റഡ് ആകുമ്പോൾ ഈ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഫ്ലോ ഫണ്ട് എന്നുള്ളൊരു ക്രൈറ്റീരിയ വരുന്നില്ല, ഫണ്ടിൻ്റെ ഫ്ലോ അല്ല അവിടെ സൂചിപ്പിക്കുക. ദെൻ ഇവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്, ക്യാപിറ്റൽ നേച്ചറുള്ളതും റവന്യൂ നേച്ചറുള്ള ഐറ്റംസ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കുന്നു. അതായത് ഇപ്പം നോൺ കറണ്ട് അസറ്റുകൾ, നോൺ കറണ്ട് ലൈബിലിറ്റീസ്, അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കതിൽ ഫണ്ടിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഫണ്ട് ഫ്ലോ അനാലിസിസിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ റവന്യൂ നേച്ചറൽ ഐറ്റംസ് മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലേ. സാലറി പെയ്ഡ്, റെൻറ്റ് പെയ്ഡ്, ഒപ്പം തന്നെ കമ്മീഷൻ റിസീവ്ഡ് അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കുക. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് വൈഡർ സ്കോപ്പ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് തന്നെ ക്യാപിറ്റലും റവന്യൂ നേച്ചറൽ ഐറ്റംസ് എല്ലാം എടുക്കുന്നുണ്ടല്ലേ, അതുകൊണ്ട് വൈഡർ സ്കോപ്പ് ഉണ്ടെന്ന് പറയാം. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിന് ലിമിറ്റഡ് സ്കോപ്പാണെന്നും പറയാം. ലാസ്റ്റ്ലി നമ്മൾ നോക്കുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നിന്ന് വ്യത്യാസമാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, പ്രോബ്ലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. അപ്പോൾ അത് പഠിച്ചതിന് ശേഷമാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു തിയറി ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുന്നത് അല്ലെങ്കിൽ കേട്ട് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നോൺ കറണ്ട് അസറ്റും നോൺ കറണ്ട് ലൈബിലിറ്റി എല്ലാം ഉൾപ്പെടുന്നതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അത് ഈ ഒരു ഫണ്ട് ഫ്ലോ അനാലിസിസിൻ്റെ ഭാഗമാണ്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസും അതിൽ എത്രമാത്രം കുറവ് വന്നു, എത്രമാത്രം കൂടുതൽ വന്നു എന്നുള്ളത് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഫണ്ട് ഫ്ലോ അനാലിസിസിൽ ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലൈബിലിറ്റിയോടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഷോസ് ദ സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിലേക്ക് ഫണ്ട് എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നുള്ളത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇവിടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റിലുണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ കറണ്ട് ലൈബിലിറ്റീസിലുണ്ടാകുന്ന ചേഞ്ച് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ നോൺ കറണ്ട് അസറ്റും നോൺ കറണ്ട് ലൈബിലിറ്റി ഒന്നും ഇവിടെ വരുന്നില്ല. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് 2 കൺസിക്യൂട്ടീവ് ബാലൻസ് ഷീറ്റ്. 2 വർഷങ്ങളിൽ തുടർച്ചയായിട്ടുള്ള 2 വർഷങ്ങളിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റുകൾ എത്തുക വെച്ചുകൊണ്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. ഇവിടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കുന്നത് ബാലൻസ് ഷീറ്റ് മാത്രം വെച്ചുകൊണ്ടാണ്. ബാലൻസ് ഷീറ്റിൽ വന്നിരിക്കുന്ന 2 ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് അതിൽ വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് ലൈബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുക. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ഓർഡർ ടു ഷോ ദ ഓവറോൾ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ ഫണ്ട് എത്രമാത്രം ഇൻഫ്ലോ വന്നിട്ടുണ്ട്, ഫണ്ട് എത്രമാത്രം ഔട്ട്ഫ്ലോ ആയിട്ടുണ്ട് തുടങ്ങിയ ഒരു ഓവറോൾ വ്യൂ ആണ് ഫണ്ട് ഫ്ലോ അനാലിസിസിൽ പറയുക. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമാണെങ്കിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു വർക്ക് ഔട്ട് ദ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എത്രമാത്രം ഇൻക്രീസ് വന്നിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ എത്രമാത്രം ഡിക്രീസ് വന്നിട്ടുണ്ട്, ഡിക്രീസ് ഓർ ഇൻക്രീസ് അല്ലേ, ഏതെങ്കിലും ഒന്നായിരിക്കും. അത് എത്രമാത്രമാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചു വയ്ക്കേണ്ട ആ ഒരു തിയറി എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രൊസീജിയർ ഫോർ പ്രിപ്പയറിംഗ് എ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഒരു പ്രൊസീജിയർ, എങ്ങനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക, അത് ഏതൊക്കെ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും അടുത്തൊരു ക്ലാസ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്തുകൊണ്ടും കൊടുക്കുക. ഓക്കെ, താങ്ക് യു.